ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 2 കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയ്ക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ചിരിയാണ് വന്നത്. കാരണം നമ്മൾ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 100 വട്ടമെങ്കിലും ചിന്തിക്കണമെന്ന് ചിലർ പറയത്തില്ലേ? ഒന്നുകിൽ നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ അനുഭവം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ലോകത്ത് ഒരു സ്ത്രീകളും പ്രസവം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയത്തില്ല. ഗർഭധാരണം എന്ന് പറയുന്നത്, ഒരു അമ്മയാവുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്, ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ ഒരു പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഒരു സ്ത്രീയും പറയത്തില്ല. അത് അനുഭവിച്ചവർ ഒരിക്കലും അത് പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അതായത് എൻ്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് മൂത്ത മകൻ്റെ ആ ഒരു സമയത്ത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് SITയിലേക്ക് വിടുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ പോയതുകൊണ്ടും സ്കാനിങ് നടത്തിയത് കൊണ്ടൊക്കെയാണ് ആ ഒരു കോംപ്ലിക്കേഷൻ തിരിച്ചറിഞ്ഞതും നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയതും ഒരാപത്തും കൂടാതെ ഡെലിവറി നോർമലായിട്ട് തന്നെ നടന്നതും. ആ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് വേദന ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ പറ്റിയതും കുഞ്ഞിനെയും അമ്മയെയും സുരക്ഷിതമായിട്ട് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആശുപത്രികൾ വന്ന് പ്രസവം കോംപ്ലിക്കേറ്റഡ് ആക്കിയതല്ല. പ്രസവം എന്ന് പറയുന്നത് എപ്പോഴും വേദനയുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പണ്ടത്തെ സ്ത്രീകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം. അന്നത്തെ കാലത്ത് സൗകര്യങ്ങളില്ലായിരുന്നു, ആശുപത്രികളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പ്രസവിച്ചു എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. അത് അവരുടെ ഗതികേടാണ്. അന്ന് അവർക്ക് ജോലിക്ക് പോയേ പറ്റും. ഗർഭിണി ആയാലും എന്തായാലും അവർക്ക് ജോലിക്ക് പോയിട്ട് അവർ പോവും. ഇതിലൂടെ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇതിലൂടെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, മരണപ്പെട്ട അമ്മമാരുണ്ടായിരിക്കും. ഒന്നും നമ്മൾ അറിയാതെ പോയതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ടുള്ളവരാണെങ്കിൽ നെല്ല് കുത്തിക്കൊണ്ടുവന്നപ്പോൾ പ്രസവിച്ചതാണ്, ഇപ്പോൾ എന്താ ഒന്ന് കാണണം, എന്തെല്ലാം അഭിനയങ്ങളാണെന്നൊക്കെ ചിലർ പറയും. പക്ഷെ അതൊന്നും അഭിനയങ്ങളല്ല. മനസ്സിലായോ? ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ ഒരുപാട് വേദനയുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ അമ്മയാകാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമെങ്കിലും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നതുണ്ടല്ലോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്ന് അറിയാമോ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്? ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്ന് അറിയാമോ? പ്രസവിച്ച് കഴിഞ്ഞാലോ, പ്രസവിക്കുന്ന ആ ഒരു സമയത്ത് കുഞ്ഞിനെ നമ്മൾ കാണുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ളൊരു സമയമുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞത് നോർമലായാലും സിസേറിയൻ ആയാലും രണ്ടിലും ഉണ്ട് വേദന. അത് കഴിഞ്ഞിട്ട് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു പെയിൻ മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഞാൻ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത്രത്തോളം ഒരു പുരുഷന് മനസ്സിലാവില്ലെങ്കിൽ പോലും നമ്മൾ അനുഭവിച്ചത് എത്രയാണെന്ന്, നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. എങ്കിൽ പോലും ഒരു പുരുഷനും അത് മനസ്സിലാവേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ഗർഭിണികൾ ഗർഭ കാലഘട്ടത്തിൽ കുറേ റീൽസൊക്കെ എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചൊക്കെ ചില്ലായിട്ടൊക്കെ. അതൊക്കെ കുറച്ച് സമയത്തേക്കാണ്. അതിനർത്ഥം അവർ ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ അവർ ആ ഒരു അവസ്ഥയിൽ തന്നെയാണെങ്കിൽ ഭയങ്കര ചില്ലായിട്ടാണെന്നല്ല. അതിലൂടെ ഒരുപാട് അവസ്ഥകൾ കടന്നു പോകുന്നുണ്ട് അവർക്ക്. മാനസിക സമ്മർദ്ദങ്ങൾ, ഉറക്കമില്ലായ്മ, ശരീരവേദന, ഒത്തിരി പെയിനുണ്ട്. വയറുവേദന, മസിൽ പിടുത്തം, നമുക്കറിയത്തില്ല. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എന്നാൽ എണീറ്റിരിക്കാൻ പറ്റുമോ? ചില അവസ്ഥകളുണ്ട് അങ്ങനെ. ഫുൾ ടൈം ബെഡിൽ തന്നെ കിടക്കേണ്ട അവസ്ഥകൾ വരുന്ന പെൺകുട്ടികളുണ്ട്. മനസ്സിലായോ? പ്രസവം പ്രസവിക്കുന്ന സമയത്തുള്ള വേദന പോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടും ഒരു വേദനയുണ്ട്. ആ വേദനയോടുകൂടി തന്നെ നമ്മൾ കുഞ്ഞിനെ എടുക്കണം, കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാം ഒരു പെയിനിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഓർക്കുമ്പം നമുക്ക് ആ ഒരു പെയിൻ്റെ ആ ഒരു വ്യാപ്തി ഇപ്പം എനിക്ക് തന്നെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അന്നത്തെ ആ ഒരു വേദന ഇപ്പോൾ ഓർത്തെടുക്കാൻ എനിക്ക് കറക്റ്റായിട്ട് പറ്റത്തില്ല. പക്ഷേ ആ ഒരു സമയം എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇത്തിരിയെങ്കിലും കഴമ്പുണ്ടോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കണം.